നിങ്ങളെ ലാക്സാണ്. നമ്മൾ ഇന്ന് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ കണക്കിലെ ചോദ്യങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ശരി, ചോദ്യങ്ങളിലേക്ക് പോവാം. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യത്തെ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് രണ്ടാമത്തെ മൂന്നാമത്തെ എക്സാമിന് അയാൾക്ക് കിട്ടിയത്. പിന്നെ പറയുന്നത് ആമിയുടെ ശരാശരി മാർക്ക് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട മാർക്ക് എത്രയാ? കുറഞ്ഞ മാർക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട, ആമിക്ക് ലഭിക്കേണ്ട മാർക്ക് എത്രയാ? ഓക്കെ, തുടങ്ങാം. അപ്പോഴേ ആ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ ആ വ്യക്തിയുടെ ആവറേജ് മാർക്കിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ. ആവറേജ് മാർക്ക് എത്രയെ കിട്ടണമെന്നാണ്? 75 കിട്ടണം. എത്ര എക്സാം ഉണ്ട്? 3 എക്സാം ഉണ്ട്. അപ്പം നമ്പർ ഓഫ് എക്സാംസ് 3 ആണ്. 3 എക്സാമിൽ നിന്ന് ശരാശരി 75 വരണമെങ്കിൽ ടോട്ടൽ മാർക്ക് എത്ര സ്കോർ ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സമ്മ് കാണാനാ. ആവറേജ് ഉണ്ട്, എണ്ണമുണ്ട്. അപ്പൊ സമ്മ് കാണാൻ എന്താ ചെയ്യണ്ടേ? സമ്മ് കാണാൻ ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ആ കുട്ടിക്ക് 3 എക്സാമിലും കൂടെ ടോട്ടൽ എത്ര മാർക്ക് കിട്ടണമെന്ന് ചോദിച്ചാൽ ആവറേജ് ആയ 75 ഗുണം 3 225 മാർക്ക് ടോട്ടൽ കിട്ടണം. 225 മാർക്ക് ടോട്ടൽ കിട്ടിയാലേ അയാളുടെ ആവറേജ് 75 വരുത്തുള്ളൂ. അതാണ് അതിന്റെ മീനിങ്. ഇത്രയും ക്ലിയർ ആണേ? ശരി. ഇനി എക്സാമിന് കിട്ടിയ മാർക്കുകളെ പറ്റി എന്താ പറയുന്നത്? ആദ്യത്തെ പരീക്ഷയേക്കാൾ 10 മാർക്കും 11 മാർക്കും എക്സ്ട്രാ അടുത്ത 2 എക്സാമിന് കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ ആണോ? അപ്പോഴേ ആദ്യത്തെ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കിനെ ഞാൻ എക്സ് എന്ന് എടുത്തോട്ടെ. ആദ്യത്തെ പരീക്ഷയ്ക്ക് ആ വ്യക്തിക്ക് കിട്ടിയ മാർക്കിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പൊ അടുത്ത എത്ര എൻ്റെ കുട്ടികൾ പറ? രണ്ടാമത്തെ പരീക്ഷയ്ക്ക് 10 മാർക്ക് കൂടുതൽ കിട്ടി എന്ന് പറയുന്നു. അപ്പൊ രണ്ടാമത്തെ പരീക്ഷയുടെ മാർക്കിനെ എക്സ് പ്ലസ് 10 എന്നും മൂന്നാമത്തെ പരീക്ഷയുടെ മാർക്കിനെ എക്സ് പ്ലസ് 11 എന്നും അസ്യൂം ചെയ്യരുത്. ആദ്യത്തെ പരീക്ഷയുടെ മാർക്ക് എക്സ്, അടുത്ത എക്സ് പ്ലസ് 10, അടുത്ത എക്സ് പ്ലസ് 11. ഇതാണ് 3 എക്സാമിന് ആ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന മാർക്കുകൾ. അപ്പം മാർക്കുകൾ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം ഒന്ന് പറഞ്ഞ്. ഈ 3 പരീക്ഷയുടെയും കൂടെ മാർക്ക് കൂട്ടുമ്പോഴാണ് ടോട്ടൽ മാർക്കായി എത്ര കിട്ടേണ്ടത്? 225 കിട്ടണ്ടേ? ഈ 3 പരീക്ഷയുടെയും കൂടെ മാർക്ക് കൂട്ടുമ്പോഴാണ് ടോട്ടൽ മാർക്കായി 225 കിട്ടേണ്ടത് അല്ലേ? നമുക്കൊന്ന് കൂട്ടിയാലോ? ശരി, ശ്രദ്ധിച്ച് പറ. ഇവന്മാരെ 3 പേരെയും കൂടെ കൂട്ടാൻ പോവാം. ഞാൻ ഈ സർക്കിൾ ചെയ്ത മാർക്കുകളെല്ലാം കൂടെ എക്സും 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 3 എക്സ് ഉണ്ടല്ലേ? എക്സിനെ 3 തവണ കൂട്ടിയാൽ 3x, 3x പ്ലസ്. ഇനി സംഖ്യകൾ കൂട്ടിയേ. 10ഉം 11ഉം 10ഉം 11ഉം കൂട്ടിയാൽ 21. ക്ലിയർ ആണോ? ഇത് എത്രന് തുല്യമാ? 225 തുല്യമാ. ഈ സമ്മ് എത്ര കിട്ടണം? 225 കിട്ടണം. അപ്പൊ 3x പ്ലസ് 21ന്റെ വിലയാ 225 എന്ന് എൻ്റെ കുട്ടികൾക്ക് പറയാം. അതിൽ നിന്ന് 3x എത്ര എന്ന് ചോദിച്ചാൽ 225 മൈനസ് 21 അല്ലേ? അപ്പൊ 3xന്റെ വില എത്രയാ? 3xന്റെ വില 225 21 പോയാൽ 204 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കണ്ടേ എക്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ പരീക്ഷയുടെ മാർക്കാ. 204 ഡിവൈഡഡ് ബൈ 3. 204നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര എൻ്റെ കുട്ടികളെ? 68 അല്ലേ? 68 ഗുണം 3 അല്ലേ 204? അപ്പൊ ആദ്യത്തെ പരീക്ഷയ്ക്ക് അയാൾക്ക് കിട്ടേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക്, ഈ ഒരു ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് 68, 68. ക്ലിയർ ആണോ? മുന്നോട്ട് പോവാം. ക്ലിയർ ആണല്ലോ? ശരി. ഒരു ചതുരത്തിന്റെ ഏരിയ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാണ്? അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ ഡയഗണലിൽ കയറി ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ഓക്കെ ആണോ? റെക്റ്റാങ്കിൾ ആകാനൊന്നും വഴിയില്ല, സ്ക്വയർ തന്നെ. സ്ക്വയറിന്റെ ഡയഗണലിൽ കയറി ഒരു വൃത്തം വരച്ചിരിക്കുക. അപ്പൊ ആ ഒരു ഫിഗർ എങ്ങനെ വരുമെന്ന് ഒന്ന് ചിന്തിച്ചേ എൻ്റെ കുട്ടികള്. ഇതേണ്ടേ? ഒന്ന് ഉറപ്പിച്ചേ. ആ റെഡ് കളറിലുള്ള നമ്മുടെ സ്ക്വയർ, അവിടെ ഞാൻ ഡയഗണൽ ഇതേണ്ട എ ബി എന്ന് തൽക്കാലം വിളിക്കും. ഇതാണ് ആ ഡയഗണല്. ആ ഡയഗണലിലാണ് ഞാൻ ആ വൃത്തം വരച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലാരിറ്റി കിട്ടിയോ? ആ ഫിഗർ എങ്ങനെയെന്ന് ക്ലാരിറ്റി കിട്ടിയോ? ശരി.
ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് ആ ചതുരത്തിന്റെ ഏരിയ എത്രയാ? 100. ഞാൻ ഇങ്ങനെ എഴുതാം. ആ ചതുരത്തിന്റെ ഏരിയ ചോദ്യത്തിൽ പറയുന്നുണ്ട് 100 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒരു സ്ക്വയറിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താ? അതിന്റെ ഒരു വശം എ ആണെങ്കിൽ എ സ്ക്വയർ ആണ് ഏരിയ കാണുന്ന ഇക്വേഷൻ. അതൊക്കെ അറിയാമല്ലോ. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്ന ഒരു വശത്തിന്റെ എ സ്ക്വയർ ഏരിയ, ഒരു വശത്തിന്റെ നീളത്തിന് എ എന്ന് അസ്യൂം ചെയ്ത് എ സ്ക്വയർ ആണ് ഈ 100. അപ്പൊ എ എത്രയുണ്ട് കുട്ടികൾ പറ? ആ സ്ക്വയറിന്റെ ഒരു വശം എത്ര എന്ന് ചോദിച്ചാൽ 100ന്റെ റൂട്ട് 10 സെന്റിമീറ്റർ എന്ന് പറയാം. അപ്പൊ സ്ക്വയറിന്റെ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ. സ്ക്വയറിന്റെ ഈ ഒരു വശം എത്ര എന്ന് ചോദിച്ചാൽ 10 സെന്റിമീറ്ററാ. ഞാൻ ചോദിക്കട്ടെ, സ്ക്വയറിന്റെ ഒരു വശം കയ്യിലുണ്ടെങ്കിൽ ഡയഗണൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സ്ക്വയറിന്റെ ഒരു വശം എ ആണെങ്കിൽ ഡയഗണൽ കാണുന്ന ഇക്വേഷൻ എ റൂട്ട് 2 ആ. ഒരിക്കൽ കൂടി, സ്ക്വയറിന്റെ ഒരു വശം എ ആണെങ്കിൽ ഡയഗണൽ കാണുന്ന ഇക്വേഷൻ എ റൂട്ട് 2 ആ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എ എത്ര എന്ന് കിട്ടി? എ 10 എന്ന് കിട്ടി. അപ്പൊ ആ സ്ക്വയറിന്റെ ഡയഗണൽ എത്രയെന്ന് ചോദിച്ചാൽ 10 റൂട്ട് 2 സെന്റിമീറ്റർ ആണ്. എൻ്റെ കുട്ടികൾക്ക് പറയാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇതുവരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ ഡയഗണലിന്റെ ലെങ്ത് കിട്ടി 10 റൂട്ട് 2 സെന്റിമീറ്ററാ. ഞാൻ ചോദിക്കട്ടെ, ഇനി സ്ക്വയറിന്റെ കഥകളാ. ഇത്രയും ഞാൻ പറഞ്ഞ സ്ക്വയറിന്റെ കഥകളാ. അപ്പൊ ഇത്രയും നേരവും നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സ്ക്വയറിന്റെ കഥയാണ്. ഇനി ഞാൻ സർക്കിളിലോട്ട് കയറാൻ പോവാ. ആ ഡയഗണല വേണ്ട, ഇവനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ ആണോ? ഈ ഡയഗണല സർക്കിളിന്റെ ആരാ? വ്യാസമാ, ഡയമീറ്ററാ അല്ലേ? ഈ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിന്റെ വ്യാസമായി മാറും, ഡയമീറ്റർ ആയിട്ട് മാറും. അങ്ങനെങ്കിലേ ആരം കാണാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ പകുതി എടുത്താൽ പോരെ. ഈ സർക്കിളിന്റെ ആരം എത്രാന്ന് ചോദിച്ചാൽ അതേണ്ട ഈ ഡയഗണലിന്റെ പകുതി അങ്ങ് എടുത്താൽ പോരെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടും നമ്മുടെ മുന്നിലുള്ള ആ സർക്കിളിന്റെ റേഡിയസ് എത്രാന്ന് ചോദിച്ചാൽ ഡയഗണൽ തന്നെയാ ഡയമീറ്റർ ആയിട്ട് മാറുന്നേ. 10 റൂട്ട് 2ന്റെ പകുതി എടുത്താൽ മതി അല്ലേ? 10 റൂട്ട് 2ന്റെ പകുതി എത്ര? 10 രണ്ടും കൂടെ വെട്ടിപ്പോവല്ലോ. 5 റൂട്ട് 2 സെന്റിമീറ്റർ ആണ് നമ്മുടെ മുന്നിലുള്ള സർക്കിളിന്റെ റേഡിയസ് എന്ന് മനസ്സിലായി. ഓക്കെ ആണോ? ചോദ്യം എന്താ ഡിമാൻഡ് ചെയ്യുന്നേ? ആ വൃത്തത്തിന്റെ ഏരിയ കാണാനാ പറയുന്നത് അല്ലേ? ഏരിയ കാണുന്ന ഇക്വേഷൻ പറ. ഒരു സർക്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. പൈ ഇൻറ്റു 5 റൂട്ട് 2 ആണ് റേഡിയസ് എന്ന് ഇപ്പം കിട്ടിയതേ ഉള്ളൂ. അതിന്റെ സ്ക്വയർ പറഞ്ഞോളൂ. പൈ ഇൻറ്റു 5ന്റെ സ്ക്വയർ 25. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പൊ ആൻസർ എത്രയുണ്ട് കുട്ടികളെ? 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പറയുന്ന സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഫിഗർ ഒന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ എളുപ്പം. 50 പൈ സി എന്ന ചോയ്സ് നമ്മുടെ ആൻസർ. ഓക്കെ ആയോ എൻ്റെ കുട്ടികൾക്ക്? മുന്നോട്ട് പോവാം നമുക്ക്. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ചോദ്യം എക്സ്പോണൻസി എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി ആയിട്ടൊന്നും പഠിക്കണമെന്നൊന്നും ഇല്ലെന്നേ. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എ റേസ് ടു എമ്മിന്റെ പുറത്തൊരു പവർ ഉണ്ട് എൻ, ഇതിന്റെയും പുറത്തൊരു പവർ ഉണ്ട് സി എന്ന് ചുമ്മാ ഒന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ റിസൾട്ട് എന്തെന്ന് ചോദിച്ചാൽ എ റേസ് ടു എം എൻ സി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ പവറുകളെല്ലാം കൂടെ അങ്ങ് ഗുണിച്ചു മാറും. ഒരു പവറിന്റെ പുറത്തൊരു പവർ വന്നാൽ ഗുണിക്കും, അത്രയേ ഉള്ളൂ. അതിന് എത്ര പവർ പുറത്തോട്ട് വന്നാലും അവരെ ഗുണിച്ച് അങ്ങ് മാറ്റുക. ക്ലിയർ ആണ് എൻ്റെ കുട്ടികളെ? അപ്പൊ ഇവിടെ ബേസിക് കിടക്കുന്ന എക്സിനെ മൈൻഡ് ചെയ്യേണ്ട, പവറുകളെല്ലാം കൂടെ നിരത്തി അങ്ങ് ഗുണിച്ചാൽ പോരെ. വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ ചെയ്യാനായിട്ട്. നമുക്കൊന്ന് ഗുണിച്ചാലോ? എല്ലാവരും കൂടെ നിരത്തി അങ്ങ് ഗുണിക്കുക എൻ്റെ കുട്ടികളാ. ആദ്യം കിടക്കുന്ന പവർ എ മൈനസ് എ റേസ് ടു -1. ഇതിനെ സെക്കൻഡ് പവറായ 1 ഡിവൈഡഡ് ബൈ എ -1 ഗുണിക്കണം. എന്നിട്ട് തേർഡ് പവറായ എ ഡിവൈഡഡ് ബൈ എ +1 ഗുണിക്കണം. പവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ബേസിന്റെ കാര്യത്തിലേക്ക് വരാമല്ലോ. ബേസ് എക്സ് ഉണ്ട്, മറക്കല്ലേ, അതവിടെ കിടന്നോട്ടെ. ഇവരെ ഗുണിക്കുമ്പോൾ എന്താ കിട്ടുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് കയറി വരാം. ശരി, കാൽക്കുലേഷൻ പറ.
എ മൈനസ് എ റേസ് ടു -1 എന്ന് പറയുമ്പോഴേ എ മൈനസ് ഈ എ റേസ് ടു -1 എന്ന് വെച്ചാൽ 1/a അല്ലേ. പവറിലെ മൈനസ് മാറ്റാൻ സംഖ്യയെ തിരിച്ചിട്ടാൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ളതാ. പവറിലെ മൈനസ് മാറ്റാൻ സംഖ്യയെ തിരിച്ചിട്ടാൽ മതി. അപ്പൊ എ റേസ് ടു -1 ആരെന്ന് ചോദിച്ചാൽ 1/a ആ. അതിന്റെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാ അല്ലേ. ശരി, അപ്പൊ അതിനെ ഞാൻ അങ്ങനെ മാറ്റി എഴുതി. ഇനി ഇവരെ രണ്ടുപേരും കൂടെ ഗുണിക്കാൻ പോവാം. അംശത്തിന് ഗുണിക്കുമ്പോൾ 1 × a, അംശത്തിൽ a തന്നെ വന്നു. എനിക്ക് താഴത്തെ കഥ എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു തരേണ്ടത്. താഴെ നമുക്ക് ഗുണിക്കാൻ a - 1 × a + 1. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നേ? a + b × a - b ഫോമിലല്ലേ. എന്താ എക്സ്പാൻഷൻ? a² - b² അല്ലേ. a² - b². അപ്പൊ ഇവിടെ എന്ത് എഴുതി വെക്കാം? a² - b² എന്ന് വെച്ചാൽ ഇവിടെ b അല്ല 1 ആണ്. അപ്പൊ 1² 1 തന്നെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? രണ്ടാമത്തെ മൂന്നാമത്തെ പവറുകളെ ഗുണിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമല്ലോ. പറ, a ഇന്ന് 1/a എങ്ങനെയാ കുറയ്ക്കുന്നേ? ആദ്യവന്മാരെ തമ്മിൽ ഗുണിക്കണം. a × a² അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. അപ്പൊ ഈ കിടക്കുന്ന ആൾ ആരെന്ന് ചോദിച്ചാൽ a² - 1 / a ആണ് ഇവര് അല്ലെ. അവന്മാരെ തമ്മിൽ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് a² - 1/a ആ. ഇനി അതിനെ ആരെ കൊണ്ടാ ഗുണിക്കേണ്ടത്? a / a² - 1 ഗുണിച്ചാൽ മതി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എന്റെ കുട്ടികളൊന്ന് നോക്കിയേ, എല്ലാരും വെട്ടിപ്പോത്തില്ലേ? ഈ എ കയറി ഈ എ വെട്ടും, ഇവൻ കയറി ഇവനെ വെട്ടും, ബാക്കി എന്തോന്ന്, ബാക്കി ഒന്നും വന്നില്ലെന്ന് പറയരുത്. അവിടെ എന്തുണ്ട്? 1 വന്നു. അപ്പൊ ഇവന്മാരെ ഗുണിച്ചാൽ കിട്ടാൻ പോന്നെ 1. അപ്പൊ ഈ പവറുകൾ 3 ഉണ്ടെങ്കിലും ഈ 3 അവന്മാരെ നിരത്തി ഗുണിക്കുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന 1 ആണ് എന്നൊരു തിരിച്ചറിവ് വേണം. ക്ലിയർ ആണോ? അങ്ങനെങ്കിലേ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്നോട് പറ. ബേസിൽ ഒരു എക്സ് ഉണ്ട്, പവറുകളെ എല്ലാം കൂടെ ഗുണിച്ചാൽ 1 കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തേ വരത്തുള്ളൂ? x⁻1 എന്ന് വെച്ചാൽ എന്ത് തന്നെ? എക്സ് തന്നെ. നമ്മുടെ ആൻസർ എക്സ്. ക്ലിയർ ആയ എൻ്റെ കുട്ടികളെ? ശ്രദ്ധിച്ച് ചെയ്താൽ മതി, എളുപ്പമാ. ശരി, അടുത്ത ചോദ്യം പറയട്ടെ. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യം, ക്വാളിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ. ഒരു വാസ്തുശില്പ ഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ, അതൊക്കെ എന്തു ആയിക്കോട്ടെ, നിങ്ങളെ പേടിപ്പിക്കാൻ അങ്ങനത്തെ വാക്കൊക്കെ പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എയിൽ നിന്ന് ആരംഭിക്കുന്ന റേഡിയസുകൾ 0.5 ആണ്, 1 ആണ്, 1.5 2, അങ്ങനെ റേഡിയസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ ആണോ? ഇവിടെ ഇങ്ങനെ ഓരോ അർത്ഥവൃത്തം ഫോം ചെയ്യുക. ഇതിന്റെ റേഡിയസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നാ പറഞ്ഞു വരുന്നത്. ആദ്യം ഇങ്ങനെ ഒരു അർദ്ധവൃത്തം ഉണ്ടായി, അതിന്റെ റേഡിയസ് ഇതാ. പിന്നെ ഇങ്ങനെ ഒരു സെമി സർക്കിൾ രണ്ടാമത്തെ ഉണ്ടായി, അതിന്റെ റേഡിയസ് ഇതാ. പിന്നെ ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഉണ്ടായി, അതിന്റെ റേഡിയസ് ഇതാ. ഇതാണ് ആ റേഡിയസ് ആണ് പറയുന്നത്. ആ റേഡിയസ് ഇങ്ങനെ 0.5 കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ 13 അർദ്ധവൃത്തങ്ങൾ ചേരുമ്പം ആ വരച്ച ലൈനിന്റെ ആകെ നീളം എത്രയാണ്? ടോട്ടൽ സർക്കംഫറൻസ് എത്രയാണ്? ക്ലിയർ ആണോ? ഒന്നും കൂടെ. ആകെ നീളം കാണാൻ പറഞ്ഞാൽ വൃത്തപരിധി കാണണം അല്ലേ? ആദ്യത്തെ സെമി സർക്കിളിന്റെ വേണ്ടി ഇത് എത്ര എന്ന് കാണണം, അതിൻ്റെ കൂടി ഇത് കൂട്ടി വെക്കണം, അതിൻ്റെ കൂടി ഇത് കൂട്ടി വെക്കണം, അങ്ങനെ 13 സെമി സർക്കിളിന്റെ നീളങ്ങൾ കൂട്ടി വെക്കുക, വൃത്തപരിധി കൂട്ടി വെക്കുക. ഓക്കെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ? ക്ലാരിറ്റി കിട്ടിയോ ചോദ്യത്തിന്? ശരി, അപ്പോഴേ നമ്മുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാം, കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വേറൊരു സ്ലൈഡ് എടുക്കാം. അപ്പം ടോട്ടൽ നമുക്ക് കാണണ്ടേ ആദ്യത്തെ ആളുടെ സർക്കംഫറൻസും രണ്ടാമത്തെ ആളുടെ സർക്കംഫറൻസും മൂന്നാമത്തെ ആളുടെ സർക്കംഫറൻസും അങ്ങനെ കൂട്ടി എവിടം വരെ പോണം? 13 ഉണ്ടെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ. ഓരോരുത്തരുടെയും സർക്കംഫറൻസ് എടുത്ത് എല്ലാം കൂടെ കൂട്ടി വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ശരി, ഇനിയും പറ. സർക്കംഫറൻസ് കാണുന്ന ഇക്വേഷൻ എനിക്കൊന്ന് പറഞ്ഞു തന്നേ. ഒരു സെമി സർക്കിളിന്റെ സർക്കിൾ ആയിരുന്നെങ്കിൽ 2πr, എൻ്റെ കുട്ടികൾക്ക് അറിയാം. ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് πr ആണ് അതിന്റെ പകുതി. 2πrന്റെ പകുതി πr ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഇക്വേഷൻ വൈസ് പറയുകയാണെങ്കിൽ πr1 + πr2 + πr3 + πr4 + അങ്ങനെ എവിടം വരെ? πr13 വരെ. πr1 + πr2 + πr3 അങ്ങനെ അങ്ങ് പോവും. എല്ലാത്തിലും പൈ ഉണ്ട്. പയ്യെ ഇങ്ങ് കോമൺ ഇറക്കിയാൽ എല്ലാത്തിലും പൈ ഉണ്ട്. പയ്യെ കോമൺ ഇറക്കിയാൽ ഇക്വേഷൻ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതിക്കോട്ടെ. r1 + r2 + r3 + എവിടം വരെ?
R13 വരെ. 13ാമത്തെ സെമി സർക്കിളിന്റെ റേഡിയസ് എന്താണോ അതുവരെ. ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? πr1 പ്ലസ് πr2 പ്ലസ് πr3 പ്ലസ് അങ്ങനെ πr13 വരെയായി കിടക്കുന്നത്. പയ്യെ ഞാൻ കോമൺ ഇങ്ങി മാറ്റിയെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ശരി, ഇനി ശ്രദ്ധിക്കുക, വാല്യൂസ് ഞാൻ ഇടാൻ പോവാം. പൈക്കൊക്കെ പിന്നെ വില കൊടുക്കാം, പൈ അവിടെ കിടക്കട്ടെ. ആറിന് വില കൊടുക്കാം. ചോദ്യത്തിൽ പറയുന്നുണ്ട് റേഡിയസ് ആദ്യം 0.5 ആയി, പിന്നെ 1 ആയി, 1.5 ആയി, 2 ആയി, അങ്ങനെ റേഡിയസ് മാറിക്കൊണ്ടിരിക്കാം. 0.5 ആയി, 1 ആയി, 1.5 ആയി, അങ്ങനെ റേഡിയസ് പോയി 13ാമത്തെ ആളിൻ്റെ 13ാമത്തെ സെമി സർക്കിളിന്റെ റേഡിയസ് എന്താണോ അവിടം വരെ പോയി നിൽക്കുന്നുണ്ട്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ജിയോമെട്രിയാ. ഇനി ആ ബ്രാക്കറ്റിന്റെ അകത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി, എന്താ കിടക്കുന്നേ? അതൊരു സമാന്തര ശ്രേണിയാണ്. 13 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണി ആ കിടക്കുന്നത്. അതെന്റെ കുട്ടികൾക്ക് കാണുമ്പോഴേ മനസ്സിലായി. 0.5 ആദ്യ പദവും 0.5 പൊതുവ്യത്യാസവുമായിട്ടുള്ള ഒരു സമാന്തര ശ്രേണി അല്ലേ? 0.5 കൂട്ടി പോവാ. സമാന്തര ശ്രേണിയുടെ തുക കാണുന്ന ഇക്വേഷൻ കൂടി എനിക്കൊന്ന് പറഞ്ഞതാ. ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുക കാണുന്ന ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആ. ഏതൊരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആ. a ആദ്യ പദം, d പൊതുവ്യത്യാസം, അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? തിരിച്ചു വരാൻ കാൽക്കുലേഷനിലേക്ക് പറ. പൈ ഇൻറ്റു, ഇവിടെ സമ്മ് കാണാൻ പോവാ ഞാൻ, ഇവരുടെ തുക കാണാൻ പോവാ ഞാൻ. n/2 ഇൻറ്റു n എത്രയാ? 13 പദങ്ങളുടെ കഥയാ. അപ്പം 13/2 ഇൻറ്റു 2a, 2 ഇൻറ്റു 0.5 ആണല്ലോ ആദ്യ പദം, പ്ലസ് n-1 ഇൻറ്റു d. n എന്ന് വെച്ചാൽ 13, 13 - 1 ഇൻറ്റു d. പൊതുവ്യത്യാസം എത്രയാ? അത് 0.5 തന്നെ. ആരെയാ 0.5? ചെയ്തെടുത്താലോ? പറ. പൈ ഇൻറ്റു 13/2 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് കിട്ടും ഒന്ന് പറഞ്ഞ എൻ്റെ കുട്ടികളാ. 2 ഇൻറ്റു 0.5, 2 ഇൻറ്റു ആരാ? 1 ആണ്. 1 പ്ലസ് അവിടെ 12 ഇൻറ്റു 0.5 എന്ന് വരും അല്ലേ? 12 ഇൻറ്റു ആരാ? 12ന്റെ പകുതി. 12ന്റെ പകുതി 6. 6 1 7. ബ്രാക്കറ്റിന്റെ റിസൾട്ട് 7. ആ റേഡിയസ് എല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് കിട്ടാൻ പോകുന്ന 7. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയോ? ശരി, എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ആ റേഡിയസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 13/2 ഇൻറ്റു 7. ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന സമ്മ ഞാൻ പറഞ്ഞത് 7. ഓക്കെ, എങ്ങനെയാ വന്നത്? 12 ഇൻറ്റു 0.5 6, 6 1 കൂടെ കൂട്ടി 7. അത്രയേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഇനിയും പൈയുടെ വില അങ്ങ് കൊടുത്തോട്ടെ. പൈയുടെ വില 22/7 ഇൻറ്റു ഒരു 13/2 കിടപ്പുണ്ട്, മറക്കണ്ട, ഇൻറ്റു ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ കിട്ടിയത്? 7 അല്ലേ? 12 ഇൻറ്റു 0.5 6 ആണ്. 6ഉം ആണും കൂടെ കൂട്ടി 7. ക്ലിയർ ആയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? ഈ 7 കയറി ഈ 7നെ വെട്ടും, 2 കയറി 22നെ വെട്ടും. 2 ഗുണം 11 22. എല്ലാവരും വെട്ടിപ്പോയി. ബാക്കി എന്ത് വന്നു? 11 ഇൻറ്റു 13. 11 ഇൻറ്റു 13 എത്രയാ? 143 അല്ലേ? 11 ഇൻറ്റു 13 143. 13 ഇൻറ്റു 10 130. പിന്നെ ഒരു 13 കൂടെ കൂട്ടി കിട്ടാ പോരെ? 143 സെന്റിമീറ്റർ. ക്ലിയർ ആയോ നിങ്ങളെ? ജിയോമെട്രിയിലെ ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്. സമാന്തര ശ്രേണിയിലെ ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്. മനസ്സിലാക്കി പഠിക്കണം. അത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നുമില്ല, എല്ലാ സെമി സർക്കിളിൻ്റെയും വൃത്തപരിധി കൂട്ടി വെക്കുക. 13 സെമി സർക്കിൾ അവിടെ ഉണ്ട്. വൃത്തപരിധി എല്ലാം കൂടി എടുത്ത് അങ്ങ് കൂട്ടി വെക്കുക. അപ്പം എല്ലാത്തിലും പൈ ഉണ്ട്. പയ്യെ ഞാൻ കോമൺ മാറ്റി. പിന്നെ 6നെ മാത്രം ശ്രദ്ധിച്ച് അതൊരു സമാന്തര ശ്രേണിയാണെന്ന് തിരിച്ചറിയാം. സമാന്തര ശ്രേണിയുടെ തുക കാണുന്ന ഇക്വേഷൻ എടുത്ത് അതിൻ്റെ അകത്തോട്ട് കയറ്റുന്നു. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അത്ര എളുപ്പമല്ല, എന്നാലും സാരമില്ല, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, മുന്നോട്ട് പോവാം. ശരി, 15.625 ക്യൂബ് റൂട്ട് കാണാനാ. ആ പോയിന്റ് അങ്ങ് മാറ്റിയേ, പിന്നെ പോയിന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. അപ്പം 15 625 എന്ന് എഴുതാം. ക്യൂബ് റൂട്ട് കാണാനുള്ള ഏറ്റവും എളുപ്പ മാർഗം വലത്തേ അറ്റത്തുനിന്ന് ഒരു 3 സ്ഥാനം മാറ്റി അവന്മാരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 15 എന്നും 625 എന്നും മാറ്റി എഴുതി, 15 എന്നും 625 എന്നും മാറ്റി എഴുതി. ഇനി എൻ്റെ കുട്ടികൾ നോക്കേണ്ടത് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 5,
ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ക്യൂബ് റൂട്ടിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുത്തുള്ളൂ, ഉറപ്പാ? ഓക്കെ ആണോ? ചോദ്യത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ക്യൂബ് റൂട്ടിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുത്തുള്ളൂ. ഇനി ചിന്തിക്കേണ്ടതാ, അപ്പൊ ആ ഒരു സൈഡ് കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു, എനിക്ക് എന്റെ ആൻസറിന്റെ ഒറ്റയുടെ സ്ഥാനം കിട്ടി. ഇനി നോക്കേണ്ടത് 15നോട്, ഇവിടെ കിടക്കുന്ന ആള് 15 ആണല്ലോ, 15നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏത് സംഖ്യയുടെ ക്യൂബാ? 15 താഴെ, 15 മുകളിൽ കയറി പോകരുത്. 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27. അപ്പം 15 താഴെ 15നോട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഏത് സംഖ്യയുടെ ക്യൂബ് എന്ന് ചോദിച്ചാൽ 2ന്റെ ക്യൂബാ. അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ 25. 15 625ന്റെ ക്യൂബ് റൂട്ട് എത്രയെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട, അത് 25. പക്ഷെ കഥ അതല്ല, ചോദ്യത്തിൽ പോയിന്റ് കിടപ്പുണ്ട്. ഓക്കെ ആണോ? ചോദ്യത്തിൽ പോയിന്റ് കിടപ്പുണ്ട്. ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം? 3 സ്ഥാനം. ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം? 3 സ്ഥാനം. അപ്പൊ ആൻസറിൽ അല്ലെങ്കിൽ ക്യൂബ് റൂട്ടിൽ ഒരു സ്ഥാനമേ വരത്തുള്ളൂ. എന്താ? ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ഉണ്ടെങ്കിൽ എൻ്റെ ക്യൂബ് റൂട്ടിൽ ഒരു സ്ഥാനേ വരത്തുള്ളൂ. എൻ്റെ ക്യൂബ് റൂട്ടിൽ ഒരു സ്ഥാനേ വരത്തുള്ളൂ. എത്ര സ്ഥാനം ചോദ്യത്തിലുണ്ടോ അതിനെ 3 കൊണ്ട് ഹരിക്കുക. 3 സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് കിടക്കുന്നു. അതുകൊണ്ട് എൻ്റെ ആൻസറിൽ 3/3 ഒരു സ്ഥാനമേ വരാൻ പാടുള്ളൂ. അപ്പൊ എൻ്റെ ആൻസർ എത്ര എന്ന് ചോദിച്ചാൽ 25 അല്ല, പോയിന്റും കൂടെ വരുന്നുണ്ട്. 2.5 ആണ് എൻ്റെ ആൻസർ. പക്ഷെ ചോദ്യത്തിൽ 2.5, ചോയ്സിൽ 2.5 ഇല്ല. അവിടെയും പ്രശ്നം. 2.5ന് പകരം എന്ത് കിടപ്പുണ്ട്? 5/2 ഉണ്ട്. 5ന്റെ പകുതിയല്ലേ 2.5. അപ്പൊ കൺഫേം ചെയ്യാലോ, ആൻസർ എത്രയാ? 5/2. ഡി എന്ന ചോയ്സ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? എളുപ്പമല്ലേ? മുന്നോട്ട് പോവാം. ശരി. 6നെ 18 കോഡ് ചെയ്തിരിക്കുന്നു, റാറ്റിനെ 39. ആൽഫബറ്റ്സിനെ 6 എന്ന് പറയുന്നത് 18ാമത്തെ ആൽഫബറ്റ് തന്നെയാ, പൊസിഷൻ തന്നെയാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ റാറ്റ് നോക്കാം. എ 1ാമത്തെയാണെന്നറിയാം, ടി 20ാമത്തെ, T20 എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. 2020 എന്നൊക്കെ ഓർക്കാൻ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള്. അപ്പൊ റാറ്റ് എത്രാന്ന് ചോദിച്ചാൽ 18, 1, 19. അങ്ങനെ റാറ്റ് എത്രാന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്. 21, 21, 18, 39 വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ആരെ ഉണ്ടാക്കണം? ക്യാപ്പിന്റെ കോഡ് ഉണ്ടാക്കണം. പറയേണ്ട കുട്ടികള്. സി 3ാമത്തെ ആൽഫബറ്റ്, എ 1ാമത്തെ, P16 ഓർമ്മയുണ്ടോ? എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ പോരെ. 16, 1, 17, 3, 20. ക്യാപ്പിനെ കോഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 20, 20. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അടുത്ത പറയാം. ശരി. മിസ്സായ ആളാരെന്ന? ആൽഫബറ്റ്സും ഉണ്ട്, നമ്പേഴ്സും ഉണ്ട്. ആദ്യം ആൽഫബറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. എ ഉണ്ട് ആദ്യത്തെ അല്ലേ. പിന്നെ 3 പേരില്ല, ബി ഇല്ല, സി ഇല്ല, ഡി ഇല്ല, പിന്നെ ഇ എടുത്തിട്ടുണ്ട്. വീണ്ടും 3 പേരില്ല, എഫ് ഇല്ല, ജി ഇല്ല, എച്ച് ഇല്ല. അപ്പൊ അടുത്തത് ഐ ആയിരിക്കാം. വീണ്ടും 3 പേര് മിസ്, ജെ ഇല്ല, കെ ഇല്ല, എൽ ഇല്ല. അപ്പൊ അടുത്തത് എം. ഓക്കെ ആണ്. ആൽഫബറ്റിന്റെ ഓർഡർ കിട്ടി. ഐയിൽ തുടങ്ങുന്നതാണ് എൻ്റെ ആൻസർ. ഐയിൽ തുടങ്ങുന്നതാ എൻ്റെ ആൻസർ. ഐയിൽ ഇവിടെ 2 ആൻസർ കിടപ്പുണ്ട്. അപ്പൊ ഇനി സംഖ്യകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. 512. 512ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ക്യൂബ് അല്ലേ? എത്രന്റെ ക്യൂബ്? 8ന്റെ ക്യൂബ് അല്ലേ? കുറച്ച് ക്യൂബൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം എൻ്റെ കുട്ടികൾ കേട്ടോ. ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാ. 8ന്റെ ക്യൂബാ 512, അറിയാം. ശരി. 216 ആരുടെ ക്യൂബാ? 6ന്റെ ക്യൂബ്. 6 ഗുണം 6 ഗുണം 6 അല്ലേ 216. അപ്പൊ 8ന്റെ ക്യൂബ്, പിന്നെ 2 കുറച്ച് 6ന്റെ ക്യൂബ്, പിന്നെ 2 കുറച്ച് ഇവിടെ 4ന്റെ ക്യൂബ് ആയിരിക്കുമല്ലോ. 4ന്റെ ക്യൂബ് എത്രയാ? 64. ശരിയാണോ? ആ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യാം. 2 കുറച്ച 2ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ് 8. ഓക്കെ ആണ്. കൺഫേം ചെയ്യാം. അവിടെ വരുന്നത് I64 ആണ്. സി എന്ന ചോയ്സ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? മുന്നോട്ട് പോയാലോ? ഓക്കെ ആണോ ഇത്രയും? ശരി, മുന്നോട്ട് പോകുന്നു നമ്മൾ. 30/9/2017 മുതൽ 5 വർഷവും 5 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി ഏതാണ്? നല്ല ചോദ്യം. എളുപ്പമാ. ആദ്യം വർഷത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. 2017 ഈ ചോദ്യം തുടങ്ങി. 5 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 2022 ഈ ചോദ്യം എത്തി നിൽക്കുക അല്ലേ? 2022 എവിടെ എത്തി നിൽക്കുന്നു?
30/9/2022 എത്തി നിൽക്കുന്നത്. 30/9/2022 വന്ന് നിൽക്കുന്നത്. 9 എന്ന് പറയുന്ന ഏത് മാസം? സെപ്റ്റംബർ മാസത്തിൽ വന്ന് നിൽക്കുക. 9 എന്ന് പറയുന്ന സെപ്റ്റംബർ മാസത്തിൽ വന്ന് നിൽക്കുക. ഇനി 5 മാസം കഴിയണം. ശ്രദ്ധിച്ച് പറയുന്നോട്. ഒക്ടോബർ കഴിയണം, നവംബർ കഴിയണം, ഡിസംബർ കഴിയണം, ജനുവരി കഴിയണം, ഫെബ്രുവരി കഴിയണം. അടുത്ത വർഷത്തിലേക്ക് കയറി. 2022 നിന്ന് നമ്മൾ അടുത്ത വർഷം ഫെബ്രുവരിയിലെത്തി. ഓക്കെ ആണോ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഏത് ഫെബ്രുവരി? 2023 ഫെബ്രുവരി ലാസ്റ്റ് ഡേ നിൽക്കുക. ആക്യുറേറ്റ് കൗണ്ടൊന്നുമല്ല. ഫെബ്രുവരിയിൽ ആകെ 29 ദിവസം, 28 ദിവസം, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അപ്രോക്സിമേറ്റ് കൗണ്ടാണ് എടുത്തിരിക്കുന്നത്. 5 മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി തീർന്ന് അവിടെ നിൽക്കുക. ഇനി എത്ര ദിവസം കൂടെ ഓടണം? ഒരു 5 ദിവസം കൂടെ കഴിയണം. ഒരു 5 ദിവസവും കൂടെ കഴിയണം. ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് തുടങ്ങി. 5 ദിവസം കൂടെ കഴിഞ്ഞാൽ മാർച്ച് 5 നമ്മൾ എത്തുകയാണ്. മാർച്ച് 5 2023 നമ്മൾ പോയി കയറി. അപ്പം കൺഫേം ചെയ്യാം, നമ്മുടെ ആൻസർ 5/3/2023. ഓക്കെ ആണോ? 5 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 2022 ഏത് മാസം? സെപ്റ്റംബർ മാസം. ഇനി 5 മാസം കഴിയണം. ഒക്ടോബർ കഴിഞ്ഞു, നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞു. അങ്ങനെ ആ 5 മാസത്തിന്റെ കണക്കും കഴിഞ്ഞു. പിന്നെ ഒരു 5 ദിവസവും കൂടെ. അപ്പോഴേ മാർച്ചിലെത്തിയേ. 5 ദിവസം കൂടെ ആകുമ്പോൾ മാർച്ച് 5. ക്ലിയർ ആണേ? എളുപ്പമല്ലേ? ചുമ്മാ എണ്ണിയാൽ മതി, വേറൊന്നുമില്ല. ശരി, മുന്നോട്ട് പോകുന്നു നമ്മൾ. ഒരു വാച്ചിന്റെ മിനിറ്റ് സൂചിക്ക് 1.5 സെന്റിമീറ്റർ നീളമുണ്ട്. 30 മിനിറ്റിൽ അതിന്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. 2025 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ എടുത്തു പറഞ്ഞതാണ്. ഈ പാറ്റേൺ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റാ. അപ്പോഴേ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം കാണാൻ, ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. എന്താ അത്? 2πr × θ/360. ഒരിക്കൽ കൂടി, മിനിറ്റ് സൂചിയുടെ അഗ്രം ട്രാവൽ ചെയ്ത ദൂരം കണ്ടുപിടിക്കാൻ 2πr × θ/360. ക്ലോക്ക് എന്ന ചാപ്റ്റർ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞ വേറൊരു കഥയുണ്ട്. മിനിറ്റ് സൂചി സഞ്ചരിച്ച റീജിയന്റെ ഏരിയ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന റീജിയന്റെ ഏരിയ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവിടെ എൻ്റെ കുട്ടികൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ πr² × θ/360. ഏരിയ ചോദിച്ചാൽ πr² × θ/360. ഡിസ്റ്റൻസ് ചോദിച്ചാൽ 2πr × θ/360. ക്ലിയർ ആണ്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. തീറ്റ ആരാ? സെൻട്രൽ ആംഗിളാ. അതൊന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ ചോദ്യത്തിൽ പറയുന്നു മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിച്ചു? 30 ഡിഗ്രി സഞ്ചരിച്ചു. എൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞേ, ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി ട്രാവൽ ചെയ്യും? മിനിറ്റ് സൂചി 30 ഡിഗ്രി സഞ്ചരിച്ചെന്നല്ല, 30 മിനിറ്റ് സഞ്ചരിച്ചു. 30 മിനിറ്റ് ആണ് അയാൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രിയാ? 6 ഡിഗ്രി. ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രിയാ? 6 ഡിഗ്രിയാ. മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് നമുക്കറിയാം. അപ്പം എൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞു തന്നേ, ഈ 30 മിനിറ്റ് കൊണ്ട് അവൻ എത്ര ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചാൽ 30 × 6 180 ഡിഗ്രിയാണ് അയാൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തീറ്റയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ 180 ഡിഗ്രിയാ. സെൻട്രൽ ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ 180 ഡിഗ്രിയാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എല്ലാവരും ഇല്ല എൻ്റെ കുട്ടികളുടെ കയ്യിൽ. ശരി, പറ. ഡിസ്റ്റൻസ് കാണാനായിട്ട് 2 × പൈയുടെ വില ഇടാൻ പറയുന്നുണ്ട്. 3.14 × r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അത് മിനിറ്റ് സൂചിയുടെ നീളം തന്നെയാണ്. മിനിറ്റ് സൂചിയുടെ നീളം 1.5 സെന്റിമീറ്റർ എന്ന് ചോദ്യം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇട്ട് കൊടുത്തു 1.5. ഇനി ബാക്കി പറ. 180 ആണ് തീറ്റയുടെ വിലയെന്ന് ഇപ്പം അങ്ങോട്ട് കണ്ടുപിടിച്ചതേ ഉള്ളൂ. 180 / 360. ജോമെട്രിയിലെ ചോദ്യമാണോ? ആണ്. ക്ലോക്കിലെ ചോദ്യമാണോ? ആണ്. രണ്ടിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ശരി, പറ. ഇനി എന്താ പരിപാടി? 180 360 കൂടെ വെട്ടിപ്പോത്തില്ല എൻ്റെ കുട്ടികളെ. 180 × 2 അല്ലേ 360. ആ രണ്ടും നീണ്ടി കിടക്കുന്ന രണ്ടും കൂടെ അങ്ങ് പോത്തില്ലേ? ക്യാൻസലേഷനൊക്കെ വളരെ എളുപ്പമല്ലേ? ബാക്കി എന്തു വന്നു? ഡിസ്റ്റൻസിന് കാണാനായിട്ട് ബാക്കി വന്നത് ഒരു 3.14 ഉണ്ട്, ഒരു 1.5 ഉണ്ട് അല്ലേ? 3.14 ഉണ്ട്, 1.5 ഉണ്ട്. 3.14ന്റെ ഇരട്ടി 6.28. അത്രയും പോത്തില്ല. ഇത് നമ്മുടെ ആൻസർ അല്ല. 3.14നേക്കാൾ ചെറുത് നമ്മുടെ ആൻസർ അല്ല. 3.14 നമ്മുടെ ആൻസർ അല്ല. അപ്പൊ നമ്മുടെ ആൻസർ 4.7 ആണ്. ക്ലിയർ ആയോ?
3.14 1.5 കൊണ്ട് ഗുണിച്ച് ഒക്കെ എടുത്ത് സമയമൊന്നും കളയരുത്. ചോയ്സിലേക്കൊന്ന് നോക്കിയേ. 3.14 ഇരട്ടിയായി കിടക്കുന്ന, അത്രയും ട്രാവൽ ചെയ്തിട്ടില്ല അവൻ. 3.14 ട്രാവൽ, അതിനേക്കാൾ കൂടുതൽ ട്രാവൽ ചെയ്തു. 3.14 ചെറുതുമല്ല എൻ്റെ ആൻസർ, വലുതാ, എന്നാൽ ഇരട്ടിയേക്കാൾ ചെറുതാ. അപ്പോൾ കൺഫേം ചെയ്തോളൂ, ആൻസർ എത്ര എന്ന് ചോദിച്ചാൽ 4.71 തന്നെ. ക്ലിയർ ആയോ എൻ്റെ കുഞ്ഞുങ്ങളെ? ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. 3.14 15 കൊണ്ട് അങ്ങ് ഗുണിക്കുക. 314 15 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി എന്നേ. 314 5 കൊണ്ട് ഗുണിച്ചാൽ 1570. ഒരു 314 കൂടെ താഴോട്ട് എഴുതണം. 0 7 4 11 5 1 6 1 7 3 1 4 4710. 2 സ്ഥാനം മാറ്റി കുത്തിടുക 4.71. 3 സ്ഥാനം മാറ്റി കുത്തിടുക 4.71. ക്ലിയർ ആയോ? അതൊന്നും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ആൻസർ എടുക്കരുത്. ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? മുന്നോട്ട് പോവാം. ശരി, അടുത്ത ചോദ്യം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. ഷോർട്ട് കട്ട് അറിയാവുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാം. ഞാൻ തൽക്കാലം ഷോർട്ട് കട്ടിലോട്ട് പോകുന്നില്ല. അത് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കി ചെയ്യാം. ഞാൻ ഡയറക്റ്റ് മുന്നേറി പറഞ്ഞാട്ടെ. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടി. അച്ഛൻ്റെ വയസ്സിനെ എഫ് എന്ന് എടുക്കാം. ഫാദർ എഫ് എന്ന് എടുക്കാം. മകൻ്റെ വയസ്സ് സണ്ണിൻ്റെ പ്രായത്തിനെ എസ് എന്ന് എടുക്കാം. അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിന് 5 മടങ്ങ്. അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. എഫ് ഷുഡ് ബി ഈക്വൽ ടു എസ് ഇൻറ്റു 5. എസിൻ്റെ 5 മടങ്ങാണ് അച്ഛൻ്റെ പ്രായം. അതാണ് ഈ എഴുതി വെച്ചതിൻ്റെ മീനിങ്. ശരി, ഇനി എന്താ കഥ? 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 4 വയസ്സ് കുറവാ. അപ്പം 4 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം എത്രയാന്ന് ചോദിച്ചാൽ F-4. 4 വർഷം മുമ്പ് മകൻ്റെ പ്രായം എത്രയാന്ന് ചോദിച്ചാൽ S-4. രണ്ടുപേർക്കും 4 വയസ്സ് കുറയുമല്ലോ. ഏജിൽ വരുന്ന മാറ്റങ്ങൾ എപ്പോഴും ഒരേപോലല്ലേ നിൽക്കത്തുള്ളൂ. അച്ഛനും 4 വയസ്സ് കുറവാ 4 വർഷം മുമ്പ്, മകനും 4 വയസ്സ് കുറവാ 4 വർഷം മുമ്പ്. ശരി, ഇതാണിപ്പോൾ 4 വർഷം മുമ്പത്തെ പ്രായം. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങെന്ന് ചോദ്യം പറയുന്നു. അപ്പം 4 വർഷം മുമ്പുള്ള അച്ഛൻ്റെ വയസ്സ് ഇതാ, മകൻ്റെ വയസ്സ് ഇതാ, ഇതിൻ്റെ 9 മടങ്ങെന്ന് ചോദ്യം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ഇൻറ്റു 9 കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ പോരെ. ആദ്യത്തെ ഇക്വേഷൻ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം. എഫിൻ്റെ വില 5 ഇൻറ്റു എസ് ആ, ഇല്ലെങ്കിൽ എസ് ഇൻറ്റു 5 എന്തു ആയിക്കോട്ടെ, 5s. അപ്പം ഈ എഫിൻ്റെ സ്ഥാനത്തെ ഈ S5 ഇട്ടോട്ടെ, ഇല്ലെങ്കിൽ 5s ഇട്ടോട്ടെ. എഫിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ഞാൻ ഇതൊന്നും കൂടെ 5 എസ് ഇൻറ്റു 5 എന്ന് വെച്ചാൽ 5s. അപ്പം എഫിൻ്റെ സ്ഥാനത്തോട്ട് ഞാൻ രണ്ടാമത്തെ ഇക്വേഷനിൽ എഫിൻ്റെ സ്ഥാനത്തോട്ട് ആ 5s ഇടാൻ പോവാ. പറ, എഫിൻ്റെ സ്ഥാനത്ത് വേണ്ട 5s വന്നു. ബാക്കി പറ. -4 ഉണ്ട്. അപ്പുറത്ത് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നേ. 9 ഇൻറ്റു എസ് 9s, 9 ഇൻറ്റു -4 -36. സംഖ്യകളെല്ലാം ഇപ്പുറത്ത് വരട്ടെ. -36 ഇപ്പുറത്ത് വരുമ്പോൾ +36. 36 -4 എന്ന് പറയുന്നത് 9s. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 5s അപ്പുറത്ത് ചെല്ലുമ്പോൾ -5s ആയി. 36 4 പോയാൽ 32 ആണ്. 32 എത്രന് തുല്യം? 4s തുല്യം. അപ്പൊ എസ് എത്ര എന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടികൾ എന്ത് പറയും? 32/4. എസിന്റെ പ്രായം മകന്റെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ 8 വയസ്സ്. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ചോയ്സിൻ്റെ അകത്ത് 8 ഉള്ള ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അറിയാലോ, മകന്റെ പ്രായം എന്താണോ അതിൻ്റെ 5 മടങ്ങ് അച്ഛൻ്റെ പ്രായം. മകന്റെ പ്രായം 8 എന്ന് പറയുമ്പോൾ 8 × 5 ആണ് അച്ഛൻ്റെ പ്രായം, 40 വയസ്സ്. അപ്പം നമ്മുടെ ആൻസർ അച്ഛൻ്റെ പ്രായം 40, മകന്റെ പ്രായം 8. ക്ലിയർ ആയോ എൻ്റെ കുട്ടികളെ? ഒരിക്കൽ കൂടി ആദ്യത്തെ സെന്റൻസിൽ പറയുന്നു അച്ഛൻ്റെ പ്രായം മകന്റെ പ്രായത്തിൻ്റെ 5 മടങ്ങ്. അതേൻ്റെ എഴുതി വെച്ചു. 4 വർഷം മുമ്പ്, അപ്പോഴേ അച്ഛൻ്റെ പ്രായം 4 കുറഞ്ഞ് മകന്റെ പ്രായം 4 കുറഞ്ഞ്. എന്താ ബന്ധം? 4 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകന്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്. വേണ്ട 9. ക്ലിയർ ആയോ? ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അച്ഛനെയോ മകനെയോ ആരുടെയെങ്കിലും ഒരാളുടെ പ്രായം കിട്ടിയാൽ മതി, ആൻസറിലേക്ക് ഓടി എത്താവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? ഇത്രയും ഓക്കെ ആണോ? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പം 2026 PSC ചോദിച്ചു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അല്പം ടൈറ്റാണ്. ചോദ്യം കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഒരല്പം കൂടി എഫർട്ട് എടുക്കുക, അല്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഓക്കെ ആണല്ലോ എൻ്റെ കുട്ടികളാ? ശരി, പഠിക്കുക നന്നായിട്ട് എല്ലാവരും. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.